ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതവും മതാചാരങ്ങളും മതചിഹ്നങ്ങളും എന്നുവേണ്ട മതവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ആകർഷിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ലോക ജനസംഖ്യയിൽ എക്കാലവും
മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികളായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. മതചിഹ്നങ്ങളെയും മതപ്രമാണങ്ങളെയും മതത്തിൻ്റെ ആചാരങ്ങളെയും അവർ പവിത്രമായി കാണുകയും അവരതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട് എക്കാലവും. മതത്തിനെതിരെയുള്ള നീക്കം അതുകൊണ്ട് തന്നെ മതവിശ്വാസികൾ വളരെ വൈകാരികമായി തന്നെ എടുക്കുകയും മതത്തെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അതുകൊണ്ട് തന്നെ പലരും വളരെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. മതം മനുഷ്യനെ സ്വാധീനിച്ച ഈ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മതം മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിയ രീതിശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് മാർക്സിനെ പോലെയുള്ള ചില ആളുകൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നിവരെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര സ്വാധീനം മതത്തിന് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ മതത്തിന് ഉണ്ടായിരുന്ന ഈ സ്വീകാര്യത, അതുകൊണ്ട് തന്നെ എക്കാലവും അത് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മതത്തിന്റെയും ആത്മീയതയുടെയും വിപണി സാധ്യത, കച്ചവട സാധ്യത മനസ്സിലാക്കിയ, അതിന്റെ വ്യാപാര സാധ്യതകൾ മനസ്സിലാക്കി തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ചതിന്റെ, മതചിഹ്നങ്ങളെ ചൂഷണം ചെയ്തതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അതിൽ ഒന്നാണ് തൗഹീദിന്റെ കേന്ദ്രമായിരുന്ന പരിശുദ്ധ കഅബാലയം തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അബ്രഹത്തിന്റെ കഥ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ഏറ്റവും ആദ്യമായി നിർമ്മിക്കപ്പെട്ട തൗഹീദിന്റെ കേന്ദ്രമായ പരിശുദ്ധ കഅബാലയം, ഈ പരിശുദ്ധ കഅബയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്റെ ആനപ്പടയുമായി ഇറങ്ങിപ്പുറപ്പെട്ട യമനിലെ രാജാവായിരുന്ന അബ്രഹത്തിന്റെ ആനപ്പടയുടെ ഒരു ചരിത്രമുണ്ട്. യഥാർത്ഥത്തിൽ അബ്രഹത്ത് വിശുദ്ധ കഅബാലയത്തെ തകർക്കാൻ മാത്രമല്ല തീരുമാനിച്ചത്, കഅബയെ തകർക്കാൻ തീരുമാനിച്ചതോടൊപ്പം അബ്രഹത്ത് മറ്റൊരു തീരുമാനവും കൂടി എടുത്തിരുന്നു. തകർക്കപ്പെട്ട ഈ കഅബയ്ക്ക് പകരമായി തന്റെ രാജ്യമായ യമനിന്റെ തലസ്ഥാനമായ സൻആയിൽ മറ്റൊരു ദേവാലയം, ഒരു തീർത്ഥാടന കേന്ദ്രം പണിയും. കഅബ തകർക്കുകയും ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്ഥാനത്ത് അതിന് പകരമായി മക്കയിൽ നിന്നും മാറ്റി യമനിൽ ഒരു തീർത്ഥാടന കേന്ദ്രം പണിയുവാൻ കൂടി അബ്രഹത്ത് തീരുമാനിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിന്റെ പിന്നിൽ ആത്മീയവും വിശ്വാസപരവുമായ താൽപര്യങ്ങൾ ആയിരുന്നില്ല അബ്രഹത്ത് എന്ന യമൻ രാജാവിനെ നയിച്ചിരുന്നത്. ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയവും സാമ്പത്തികവും വാണിജ്യപരവുമായ താൽപര്യമായിരുന്നു കഅബ പൊളിച്ചു കളയുവാനും അതിന് തത്തുല്യമായ രൂപത്തിൽ മറ്റൊരു തീർത്ഥാടന കേന്ദ്രം തന്റെ രാജ്യത്ത് പണിയുവാനും അബ്രഹത്തിനെ പ്രേരിപ്പിച്ചിരുന്നത് എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ആ വസ്തുതയിലേക്കാണ് അല്പം നമ്മൾ സഞ്ചരിക്കേണ്ടത്. ജസീറത്തുൽ അറബ് എന്നറിയപ്പെടുന്ന അറേബ്യൻ ദ്വീപ്, അറേബ്യയിലെ ഒരു രാജ്യമായിരുന്നു യമൻ. യമനിന്റെ തലസ്ഥാനമായിരുന്നു സൻആ. ആ യമനിലെ രാജാവായിരുന്നു അബ്രഹത്ത്. അബ്രഹത്ത് യമൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അബസീനിയ എന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന യമനിലെ രാജാവാണ് അന്ന് അബ്രഹത്ത്.
അറേബ്യയിൽ തന്നെ പ്രശസ്തമായ മറ്റൊരു നഗരമായിരുന്നു മക്ക. ഒരർത്ഥത്തിൽ സൻആഇനേക്കാൾ പ്രസിദ്ധമായ, അറേബ്യയിലെ മറ്റ് ഏത് നഗരത്തെക്കാളും മതപരമായും വാണിജ്യപരമായും ചരിത്രപരമായും എല്ലാ നിലക്കും മറ്റ് ഏത് നഗരത്തെക്കാളും മക്കൾക്ക് ഒരു മുൻഗണന, ഒരു പ്രാധാന്യം, ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം മക്കയിൽ ഉണ്ടായിരുന്ന കഅബ എന്ന അള്ളാഹുവിന്റെ ഭവനമായിരുന്നു. ജാഹിലിയ കാലം മുതലേ അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടി, തീർത്ഥാടനത്തിന് വേണ്ടി കഅബയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അങ്ങനെ വിവിധ ഭാഷക്കാർ, വിവിധ ഗോത്രക്കാർ, വിവിധ വംശക്കാർ എല്ലാവരും സമ്മേളിക്കുന്ന ഒരു തീർത്ഥാടന നഗരിയായി മക്ക മാറുകയാണ്. അതോടുകൂടി മക്ക ഒരു വലിയ വാണിജ്യ കേന്ദ്രമായി മാറുകയും ചെയ്തു. കഅബയുടെ സാന്നിധ്യം മക്കയിലെ ആളുകൾക്ക് വലിയ കച്ചവട സാധ്യതയാണ് തുറന്നു കൊടുത്തത്. മക്കക്കാരുടെ ഏറ്റവും വലിയ ജീവിത വരുമാന മാർഗമായി കച്ചവടം മാറി. അതിൽ തന്നെ ഖുറൈശികൾക്ക് കഅബയുടെ പരിപാലകർ എന്ന ഒരു പ്രത്യേക പരിഗണന ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അറേബ്യയുടെ ഏത് ഭാഗത്തേക്കും ഏത് സമയത്തും ഏത് കാലത്തും കച്ചവടത്തിന് പോകാൻ ഖുറൈശികളുടെ കച്ചവട സംഘത്തിന് നിർഭയത്വത്തോടെ പോകാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അതാണ് സൂറത്തുൽ ഖുറൈശിൽ പറയുന്നത്, ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം ദിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അഥവാ ഈ കഅബയുടെ സാന്നിധ്യമാണ് ഖുറൈശികൾക്ക് നിർഭയത്വത്തോടെ സഞ്ചരിക്കാൻ അവസരം ലഭിച്ചത്. അവരുടെ കച്ചവട സംഘത്തെ ആരും കൊള്ളയടിക്കില്ല. ഏത് കച്ചവട സംഘത്തെ എപ്പോ വേണമെങ്കിലും കൊള്ളയടിക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ ആരും ആക്രമിക്കില്ല. ഈ കച്ചവട ചെറുക്ക് മക്കയിലെ ഖുറൈശികളുടേതാണെന്നറിഞ്ഞാൽ കൊള്ള സംഘങ്ങൾ പിന്മാറും. കാരണം കഅബയോടുള്ള അവരുടെ ഒരു ബഹുമാനം, ആദരവ്. അതുകൊണ്ട് ഖുറൈശികളുടെ കച്ചവടം സമൃദ്ധിയായി നടന്നു. കഅബയുടെ സാന്നിധ്യം കൊണ്ട് മക്കയിൽ നല്ല കച്ചവടം നടക്കുകയാണ്. അങ്ങനെ ഒരു വാണിജ്യ കേന്ദ്രമായി മക്ക അതോടുകൂടി മാറുകയാണ്. അറേബ്യയിലെ മറ്റേത് നഗരത്തെക്കാളും മക്കൾക്ക് ലഭിച്ച ഈ ഒരു സ്വീകാര്യത, ആത്മീയ കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രം, വിവിധ സംസ്കാരങ്ങൾ, ഭാഷകൾ സംഗമിക്കുന്ന ഒരു സംഗമഭൂമി, അതിനേക്കാൾ ഉപരിയായി മക്കയിലെ വാണിജ്യ സാധ്യത. അങ്ങനെ മക്കക്കാരുടെയും മക്കയുടെയും ഈ പുരോഗതി അബ്രഹത്ത് എന്ന യമൻ രാജാവ് മനസ്സിലാക്കുകയാണ്. അബ്രഹത്ത് ആലോചിച്ചു, മക്കയുടെ ഈ സ്ഥാനം തന്റെ രാജ്യമായ യമനിന്റെ തലസ്ഥാനമായ സൻആഇന് ലഭിക്കണം. ഏറ്റവും വലിയ നഗരമായി സൻആഇനെ മാറ്റിയെടുക്കണം. മക്കൾക്ക് ഇപ്പോൾ ആ സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത് കഅബ എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് കഅബക്ക് തുല്യമായ മറ്റൊരു ദേവാലയം, ഒരു തീർത്ഥാടന കേന്ദ്രം സൻആയിൽ പണിയുവാൻ അബ്രഹത്ത് തീരുമാനിക്കുകയും അങ്ങനെ ഒരു വലിയ ദേവാലയം യമനിന്റെ തലസ്ഥാനമായ സൻആയിൽ അബ്രഹത്ത് പണിതു. എന്നിട്ട് അദ്ദേഹം വിളംബരം ചെയ്തു മുഴുവൻ അറബികളോടും, അടുത്ത വർഷം മുതൽ മുഴുവൻ അറബികളും അവരുടെ തീർത്ഥാടനം സൻആയിലേക്ക് മാറ്റണം. കഅബക്ക് പകരം എല്ലാവരും ഈ പുതിയ ദേവാലയത്തിലേക്കായിരിക്കണം ഇനി തീർത്ഥാടനം നടത്തേണ്ടത് എന്ന് രാജാവ് ഉത്തരവിറക്കുകയും ചെയ്തു. പക്ഷേ അറബികൾ അത് പരിഗണിച്ചില്ല. അവർ വീണ്ടും കഅബയിലേക്ക് തന്നെയാണ് പിന്നീടും ഹജ്ജിന് വേണ്ടി, തീർത്ഥാടനത്തിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരുന്നത്. അബ്രഹത്ത് ഇത് മനസ്സിലാക്കി. കഅബ നിലനിൽക്കുന്ന കാലത്തോളം താൻ പണിതിട്ടുള്ള ദേവാലയത്തിലേക്ക് ഒരു തീർത്ഥാടകനും വരികയില്ല. തന്റെ വാണിജ്യ ലക്ഷ്യം നടക്കണമെങ്കിൽ, സൻആയിനെ ഒരു വലിയ നഗരമാക്കി മാറ്റണമെങ്കിൽ താനൊരു ദേവാലയം പണിതതുകൊണ്ട് മാത്രമായില്ല, കഅബ തകർക്കപ്പെട്ടാൽ മാത്രമേ ആളുകളുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അബ്രഹത്ത് കഅബ പൊളിക്കാൻ ഗൂഢമായ ആലോചന നടത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതിനിടക്ക് ഏതോ ഒരു ഖുറൈശി ചെറുപ്പക്കാരൻ അബ്രഹത്ത് പണിത ഈ ദേവാലയത്തിൽ പോയി മൂത്രമൊഴിക്കുകയും ചെയ്തു. കഅബയ്ക്ക് എതിരിൽ പണിത ഒരു ദേവാലയമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്.
ഈ ഒറ്റ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അബ്രഹത്ത് യഥാർത്ഥത്തിൽ മക്കയിലേക്ക് പുറപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അബ്രഹത്തെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു കഅബയെ പൊളിക്കുവാൻ. പക്ഷെ ഇതൊരു കാരണമായി അവതരിപ്പിക്കുകയായിരുന്നു. ചില ചരിത്രകാരന്മാരെങ്കിലും അബ്രഹത്തെ തന്നെ ഇത്തരമൊരു കാരണത്തെ സൃഷ്ടിക്കുകയായിരുന്നു എന്നിവരെ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഅബ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 60,000-ഓളം വരുന്ന ഒരു വൻ സൈന്യത്തെയും 13 എണ്ണമുള്ള ഒരു ആനപ്പട, അതിൽ ഏറ്റവും ഉയരമുള്ള ആനയുടെ പുറത്ത് മഹ്മൂദ് എന്ന് പറയുന്ന ഒരാനയുടെ പുറത്ത് അബ്രഹത്തും മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അബ്രഹത്തിന്റെ 60,000-ഓളം വരുന്ന വൻ സൈന്യം അബ്രഹത്തെ ആനപ്പുറത്തേറി കഅബ തകർക്കാൻ വരുന്നു എന്ന വാർത്ത കേട്ടതോടുകൂടി മക്കയിലെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി. കാരണം ഈ 60,000-ഓളം വരുന്ന ഈ വൻ സൈന്യത്തെ പ്രതിരോധിക്കുവാൻ, തടുത്തു നിർത്താൻ അവർക്ക് ശേഷിയുണ്ടായിരുന്നില്ല. ചില ഗോത്രങ്ങൾ ചില ശ്രമങ്ങൾ നടത്തി നോക്കി, അവരൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ മക്കയോട് അടുത്ത അബ്രഹത്തിന്റെ സൈന്യം ഇതിനിടക്ക് അന്ന് ഖുറൈശികളുടെ തലവനായിരുന്ന അബ്ദുൽ മുത്തലിബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ ഏതാനും ഒട്ടകക്കൂട്ടങ്ങളെ അബ്രഹത്തിന്റെ സൈന്യം കൊള്ളയടിക്കുകയും ചെയ്തു. ഈ വിവരം അബ്രഹത്ത് അറിയുന്നു. പക്ഷേ അബ്രഹത്തിനോട് യുദ്ധം ചെയ്യാനുള്ള ത്രാണി മക്കയിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്, അതിനെ എനിക്ക് വിട്ടുതരിക. കഅബയെ അതിന്റെ ഉടമസ്ഥൻ നോക്കിക്കൊള്ളൂ. താങ്കളോട് യുദ്ധം ചെയ്ത് ഇത് സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്കതിന് ത്രാണിയില്ല. പക്ഷെ എന്റെ ഒട്ടകക്കൂട്ടങ്ങളെ എനിക്ക് വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുകയും അബ്രഹത്ത് അത് വിട്ടുകൊടുത്തു. അങ്ങനെ ഖുറൈശികൾ യുദ്ധത്തിന് പോലും നിൽക്കാതെ ഇത് തകർക്കാൻ അള്ളാഹു സംരക്ഷിക്കും എന്ന വിധിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച് അവർ മാറി നിൽക്കുകയാണ്. അങ്ങനെ അബ്രഹത്ത് കഅബാലയത്തോട് അടുക്കാനുള്ള നീക്കങ്ങളുമായി പുറപ്പെടുന്നു. പക്ഷേ കഅബ പൊളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബ്രഹത്തിന് ഇടക്ക് വെച്ച് അദ്ദേഹത്തിന്റെ ആന, അബ്രഹത്തിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന ആന, അത് നിലത്ത് ഇരുന്നു പോയി. അബ്രഹത്തിന്റെ സൈനികർ മുഴുവൻ ആനയെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തി. അതിന്റെ ദേഹത്ത് ഒരുപാട് കുത്തി. പക്ഷേ ആനയുടെ ദേഹം മുറിവ് പറ്റുന്നു എന്നതല്ലാതെ ആന അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ആന എഴുന്നേറ്റാൽ തന്നെ ഇരുവശത്തേക്കും ആന ഓടും, പിന്നിലേക്കും ആന ഓടും. കഅബയുടെ ദിശയിലേക്ക് മാത്രം ആന തിരിയുന്നില്ല. കഅബയുടെ നേരെ ആനയെ തിരിക്കാൻ എല്ലാ ശ്രമവും ഭടന്മാര് നടത്തി. ഇരുവശത്തേക്കും ആന ഓടുന്നു. പക്ഷെ കഅബയുടെ നേരെ മാത്രം ഈ ആന കുതിക്കുന്നില്ല. അങ്ങനെ ആനയെ എഴുന്നേൽപ്പിക്കാൻ എല്ലാ ശ്രമവും അബ്രഹത്തും സൈന്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മുഹൂർത്തത്തിൽ തന്നെയാണ് ഒരു വലിയ പക്ഷിക്കൂട്ടം, അബാബീൽ. അബാബീൽ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ പേരല്ല, പക്ഷികളുടെ കൂട്ടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു വലിയ പക്ഷിക്കൂട്ടം ഏതോ ഒരു ദിശയിൽ നിന്ന് പാഞ്ഞു വരികയായിരുന്നു. എന്നിട്ട് ഈ പക്ഷിക്കൂട്ടങ്ങൾ അബ്രഹത്തിന്റെ 60,000-ഓളം വരുന്ന ഈ സൈന്യത്തിന്റെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ആശ്ചര്യത്തോടെ ഈ സംഭവത്തെ നോക്കി നിന്ന് അബ്രഹത്തും സൈന്യവും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പറവകൾ അവയുടെ കൊക്കിലും അവയുടെ കാലുകളിലും പിടിച്ചിരുന്ന ചുട്ട ചരൽ കല്ലുകൾ അബ്രഹത്തിന്റെ വൻ സൈന്യത്തിന്റെ മേൽ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നു. ആ വർഷമേറ്റ് അബാബീൽ കൂട്ടങ്ങൾ, ഈ പക്ഷിക്കൂട്ടങ്ങൾ വർഷിച്ച ഈ കൽവർഷമേറ്റ് അബ്രഹത്തിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. അബ്രഹത്തിന്റെ സൈന്യത്തിലെ ആളുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. അവരുടെ ശരീരത്തിലെ മാംസം അസ്ഥിയിൽ നിന്ന് വേർപ്പെടുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത രോഗം അവരെ പിടിപെട്ടു. എല്ലാവരും അങ്ങനെ ആ യുദ്ധക്കളം വിട്ടു അവിടെ നിന്ന് ഓടുകയും ഓടുന്ന വഴിയിൽ ഇവരെല്ലാം മരിച്ചു വീഴുകയും അങ്ങനെ അബ്രഹത്തിന്റെ ആനപ്പട അതുപോലെ അതോടുകൂടി നശിച്ചു പോവുകയും ചെയ്ത ഒരു ചരിത്രമാണ് സൂറത്തുൽ ഫീലിൽ അല്ലാഹു തആല പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, നിന്റെ റബ്ബ് ആനപ്പടയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നീ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു തആല നിഷ്പ്രഭമാക്കി കളഞ്ഞില്ലേ? അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു തആല തകർത്ത് കളഞ്ഞില്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ,
കൂട്ടം കൂട്ടമായി ചെറുപക്ഷികളെ അവൻ അവർക്ക് മേൽ അയച്ചില്ലേ? വാർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. സിജ്ജീൽ, ചുട്ടുപഴുത്ത ചരൽ കല്ലുകൾ. ആ പറവകൾ, ആ പക്ഷികൾ അവന്റെ സൈന്യത്തിന്റെ നേരെ വർഷിക്കുകയും ചെയ്തില്ലേ? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ ആ സൈന്യത്തെ കന്നുകാലികൾ തിന്ന് അവശേഷിപ്പിച്ച് ചണ്ടി കണക്കെ അവന്റെ സൈന്യം തകർന്നുപോയി. അവന്റെ സൈന്യത്തെ ഈ രൂപത്തിൽ അല്ലാഹു തആല കൈകാര്യം ചെയ്തത് താങ്കൾ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു തആല നശിപ്പിച്ച ചരിത്രത്തെ സൂചിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്നത്. ഞാൻ ഈ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഭാഗം ഉദ്ധരിച്ചത്. നമ്മുടെ വിഷയം അബ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം കഅബ തകർക്കുവാനും അതിന് തത്തുല്യമായ മറ്റൊരു തീർത്ഥാടനാ കേന്ദ്രം തന്റെ യമനിന്റെ തലസ്ഥാനമായ സന്നായിൽ നിർമ്മിക്കുവാനും അബ്രഹത്തിനെ പ്രേരിപ്പിച്ചൊരു പ്രചോദനം ഉണ്ടായിരുന്നു. അതൊരിക്കലും വിശ്വാസപരമായ മതപരമായ പ്രചോദനം ആയിരുന്നില്ല. തികച്ചും സാമ്പത്തികവും വാണിജ്യപരവുമായ താല്പര്യമായിരുന്നു അബ്രഹത്തിന് ഇങ്ങനെ ഒരു ദേവാലയം, ഒരു തീർത്ഥാടന കേന്ദ്രം പണിയാൻ പ്രേരിപ്പിച്ചത് എന്നതാണ്. അപ്പൊ ഇതാണ് ചരിത്രത്തിൽ പലപ്പോഴും മതത്തിന്റെ ചിഹ്നങ്ങളെ തങ്ങളുടേതാക്കി മാറ്റിയിട്ട് അതിന്റെ പേരിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ പണിത് മതത്തിന്റെ കച്ചവട സാധ്യതയെ പരീക്ഷിച്ച ഒരുപാട് ചരിത്രങ്ങൾ. ഇത് ചരിത്രത്തിൽ പലപ്പോഴും അരങ്ങേറി, ഇന്നും അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങ് കേരളത്തിൽ പ്രവാചകന്റേത് എന്ന് പറയപ്പെടുന്ന തിരുകേശത്തിന്റെ പേരിൽ 40 കോടി ചെലവഴിച്ച് നിർമ്മിക്കാൻ പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, ഒരു പള്ളി. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളെ പരിശോധിച്ചാൽ അതിന്റെ വാണിജ്യ സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ പഴയ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. തിരുകേശത്തിന്റെ പേരിൽ നിർമ്മിക്കാൻ പോകുന്ന ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കേവലം ഒരു പള്ളി മാത്രമല്ല, ഒരു വലിയ ഒരു ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ടൗൺഷിപ്പിന്റെ ഭാഗമായി അവിടെ നടക്കുന്ന വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപം ക്ഷണിച്ചുകൊണ്ട്, അതിൽ മുതൽ മുടക്കാൻ നിക്ഷേപം ക്ഷണിച്ചുകൊണ്ട് പത്രങ്ങളിൽ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയും ഒരു വാർത്ത, മാപ്കോ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് മുസ്ലിം സമൂഹം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രവാചകന്റേത് എന്ന് പറയപ്പെടുക മാത്രം ചെയ്യുന്ന ഒരു തിരുകേശം, പ്രവാചകന്റെ മുടി, ആ മുടിയുടെ പേരിലാണ് 40 കോടി ചെലവഴിച്ച ഒരു പള്ളി പണി. പള്ളി എന്ന് പറയുന്നത് ഒരു സിമ്പൽ മാത്രമാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സ്വഭാവത്തിൽ ഒരു വലിയ വ്യാപാര ശൃംഖല, അവിടെ നിക്ഷേപം ഇറക്കാൻ നിക്ഷേപകരെ ക്ഷണിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർ തങ്ങളുടേതായ മാസികകളിലും പത്രങ്ങളിലും പരസ്യങ്ങൾ വരെ ക്ഷേപിച്ചിരിക്കുന്നു, പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ അബ്രഹത്ത് പണ്ട് കണ്ട ഉന്നമല്ലാതെ, ആ ലക്ഷ്യത്തിന്റെ ചരിത്രമല്ലാതെ വേറെന്താ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്? ഇത് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു പ്രശ്നവും കൂടിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക ചൂഷണത്തിന്റെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി അവരുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ്. ഒരു ഖുത്ബ ഇതിനു മുമ്പ് നമ്മൾ ഇത് സംബന്ധമായി സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാമിന്റെ പള്ളി നിർമ്മാണത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കണം എന്ന്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഇവിടെ പ്രവാചകന്റേത് എന്ന് പറയപ്പെടുന്ന അതിൽ തന്നെ ഇപ്പോൾ തർക്കമാണ്. ഈ മുടിയുടെ ആധികാരികതയെക്കുറിച്ചുള്ള തർക്കം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ പ്രവാചകന്റെ മുടിയുടെ പേരിൽ ഒരു ഷഅറേ മുബാറക് എന്ന പേരിൽ ഒരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ ആധികാരികത കേരളത്തിലെ സുന്നി വിഭാഗത്തിലെ പ്രബല വിഭാഗം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ തിരുകേശം
ഇപ്പോൾ തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് പറയുന്നവർക്ക് കൈമാറിയ അബുദാബി സ്വദേശിയായ അഹമ്മദ് ഖസറജി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ ശേഖരത്തിൽ അങ്ങനെ ഒരു പ്രവാചക കേശം ഉണ്ടായിരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വസ്തുത കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ഖസറജി എന്ന ഈ തിരുകേശം വിതരണം ചെയ്ത കൈമാറിയ അബുദാബിയിലെ ഈ വ്യക്തി, അദ്ദേഹം തന്നെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അസ്റാറുൽ ആസാറിൻ നബവിയ, പ്രവാചകന്റെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അങ്ങനെ അഹമ്മദ് ഖസറജി തന്നെ പ്രസിദ്ധീകരിച്ച് ഇസ്ദാറാത്തു സാഹത്തിൽ ഖസറജി എന്ന പ്രസാദനാലയം, അബുദാബിയിലെ പ്രശസ്തമായ ഈ കുടുംബത്തിന്റെ പേരിൽ ഒരു പ്രസാദനാലയം തന്നെയുണ്ട്. അവര് തന്നെ പ്രസിദ്ധീകരിച്ച ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു പുസ്തകം, പ്രവാചകന്റെ ലോകത്ത് പ്രവാചകന്റെ പേരിൽ അവശേഷിക്കുന്ന തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ലോകത്ത് എവിടെയെല്ലാം പ്രവാചകന്റെ തിരുശേഷിപ്പുകളുണ്ട്, പ്രവാചകൻ കഅബ ഇബ്നു മാലിക്കിന് കൊടുത്ത പുതപ്പ്, പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന ഖുത്ബയിൽ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വാള്, പ്രവാചകൻ ഊന്നി നടന്നിരുന്ന വടി, പ്രവാചകൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കൊടിയുടെ ചില അംശങ്ങൾ, പ്രവാചകന്റെ താടിരോമങ്ങൾ, പ്രവാചകന്റെ ഒരു പല്ല്, ഇങ്ങനെ തുടങ്ങി പ്രവാചകന്റെ പല രേഖകളും അവശിഷ്ടങ്ങൾ, ചരിത്രാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. അഹമ്മദ് ഖസറജി തന്നെ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം. പക്ഷേ ആ പുസ്തകത്തിൽ 2009 വരെ, അത് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച അതിന്റെ എഡിഷനിൽ വരെ, ഇങ്ങനെ ഒരു തിരുകേശത്തെ പറ്റി, തന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രവാചക മുടിയെ സംബന്ധിച്ച് യാതൊരു പരാമർശവും ഇല്ല. പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ ഇന്ന ഇന്ന രാജ്യങ്ങളിൽ ഇല്ലിന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പക്ഷെ പ്രവാചകന്റെ തിരുകേശത്തെ പറ്റി ഇല്ല. എന്നിരിക്കെ അദ്ദേഹം തന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം സമൂഹം അതിനെ വിശ്വസിക്കുക? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ലോകത്ത് പ്രവാചകന്റേതെന്നറിയപ്പെട്ട മുടിക്കൊരു പ്രത്യേകതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെപ്പറ്റി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രവാചകന്റെ ചെവിയുടെ തൊട്ട് താഴെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം ഇറങ്ങിയായിരുന്നു പ്രവാചകന്റെ മുടി എന്നാണ്. പ്രവാചകന്റെ ചെവിക്ക് താഴേക്ക് അല്പം കൂടി നീണ്ടുകിടന്നിരുന്നതായിരുന്നു പ്രവാചകന്റെ മുടിയുടെ പ്രകൃതം എന്നാണ്. പക്ഷേ ഇവിടെ പ്രചരിക്കപ്പെടുന്ന മുടിക്ക് പ്രവാചകന്റെ ചരിത്രപരമായ ആ ഉദ്ധരിക്കപ്പെടുന്ന രേഖയ്ക്ക് വിരുദ്ധമായി വലിയ നീളമാണ് ഇപ്പോൾ പറയപ്പെടുന്ന പ്രവാചക മുടിക്കുള്ളത്. അപ്പോൾ അതിന് പറയുന്ന കാരണം അഹമ്മദ് ഖസറജിയുടെ കൈവശമുള്ള മുടിക്ക് നീളം വെക്കുന്നു, അതിപ്പോഴും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് വിശ്വസിക്കാനും കേരളത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. തുർക്കിയിലും കാശ്മീരിലും ഈജിപ്തിലും അടക്കം പ്രവാചകന്റേതെന്ന് പറയപ്പെടുന്ന മുടിക്ക് നീളം വർദ്ധിച്ചിട്ടില്ല. അതെല്ലാം പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും. പക്ഷേ അഹമ്മദ് ഖസറജി കൊടുത്തു എന്ന് പറയുന്ന കേരളത്തിൽ മാത്രം ഇപ്പോഴുള്ള ഈ മുടിക്ക് നീളം വെക്കുന്നുണ്ടത്രേ എന്നാണ് ഇപ്പോൾ പ്രചരണം. ഈ സാഹചര്യത്തിൽ ഇതിന്റെ പിന്നിലെ താല്പര്യത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചതല്ലാതെ വേറെന്താണ് പ്രിയമുള്ളവരെ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്? അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ചിന്താഗതി മാത്രമല്ല, മൊത്തം ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തൗഹീദിന്റെ പ്രശ്നമാണ്. ഇതവരുടെ ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ പ്രശ്നം എന്ന നിലയിൽ നമുക്കിതിനെ കാണാൻ കഴിയേണ്ടതുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട ചരിത്രാവശിഷ്ടങ്ങളെ തീർച്ചയായും ഇസ്ലാമിക സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അതിന്റെ ഇസ്ലാമികമായ മാനം, പ്രവാചകന്റെ മുടിയോട് തന്നെയുള്ള യഥാർത്ഥ ഇസ്ലാമികമായ മാനം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അത് സംബന്ധമായ സൂചനകൾ തരുന്നുണ്ട്. ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു വസ്തുത മാത്രമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ സന്മാർഗവുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ, പ്രവാചകന്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജ്, ഒറ്റ ഹജ്ജ്. ആ ഹജ്ജിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വിടവാങ്ങൽ ഖുതുബ, പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം. കഴിഞ്ഞ 23 കൊല്ലക്കാലം പ്രവാചകൻ എന്ന നിലയിൽ ഈ സമൂഹത്തോട് താൻ പറഞ്ഞതും ഉപദേശിച്ചതും ആറ്റിക്കുറുക്കി ഒരിക്കൽ കൂടി അവരുടെ മുമ്പിൽ പ്രസംഗിച്ചതിന് ശേഷം തന്റെ പ്രഭാഷണത്തിനൊടുവിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി ഖദ് തറക്തു ഫീക്കും അംറൈൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളിലേക്ക് രണ്ടേ കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. രണ്ടേ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ട് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. ഞാൻ നിങ്ങളിൽ അവശേഷിപ്പിച്ചു പോകുന്ന, നിങ്ങളിൽ ഞാൻ ബാക്കിയാക്കി പോകുന്ന രണ്ട് കാര്യങ്ങൾ, അത് രണ്ട് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വ്യതിചലിച്ചു പോവുകയില്ല. അതിലാണ് നിങ്ങളുടെ സന്മാർഗം, അതിലാണ് ഈ ഉമ്മത്തിന്റെ പുരോഗതി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കിതാബുല്ലാഹി വസുന്നതി. ഒന്ന് അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തത് വസുന്നതി, എന്റെ സുന്നത്ത്, എന്റെ ചര്യ. അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തും എന്റെ ചര്യ, ഇത് രണ്ടും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നു, ഞാൻ നിങ്ങളിൽ അവശേഷിപ്പിച്ചു പോകുന്നു. ഇത് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിതെറ്റുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഞാൻ എന്റെ മുടി, എന്റെ ശരീരത്തിന്റെ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഈ സമുദായമേ നിങ്ങളെ ഏൽപ്പിക്കുന്നു, അത് നിങ്ങൾ കൊണ്ടു നടക്കുവോളം നിങ്ങൾ ഈ ഹിദായത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ സമുദായത്തിന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ സന്മാർഗത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ നിങ്ങളിൽ ബാക്കിയാക്കി പോകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ തിരുശേഷിപ്പ് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ്. അതേസമയം പ്രവാചകന്റെ മുടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ ഹജ്ജിൽ പ്രവാചകൻ മുടി വെട്ടിയപ്പോൾ ആ മുടി സഹാബികൾക്കിടയിൽ വിതരണം ചെയ്തതിനെ കുറിച്ചും സഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളെ സംബന്ധിച്ച് എന്താണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്? ഈ മുടിയെ സംബന്ധിച്ച് എന്തായിരിക്കണം അതിനോടുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാട്? ഏത് കോണിലൂടെയാണ് അതിനെ ഇസ്ലാമിക സമൂഹം കാണേണ്ടത്? ഏത് രൂപത്തിലാണ് ഇസ്ലാമിക സമൂഹം ആ ചരിത്രാവശിഷ്ടത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇൻഷാ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനിയും സൂചിപ്പിക്കാവുന്നതാണ്. മുസ്ലിം സമൂഹം ഈ ഒരു നിർണായകമായ വേളയിൽ ഉണർന്ന് എഴുന്നേൽക്കേണ്ടതുണ്ട്. ലോകത്ത് ഈ സമുദായത്തെ വേർതിരിക്കുന്ന മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അതിന്റെ കറകളഞ്ഞ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും. നിങ്ങൾ നോക്കൂ, ലോകത്ത് മറ്റേതൊരു വിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾ, നിങ്ങൾ ഗുരുവായൂർ ചെന്നാൽ അവിടുത്തെ ആളുകൾക്ക്, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശ്രീ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് കിലോമീറ്ററുകൾ നിങ്ങൾ യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂരെത്തിയാൽ അവിടുത്തെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദേവി ശ്രീഗുരുമ്പ എന്ന മറ്റൊരു ദൈവത്തെ. അത് കഴിഞ്ഞ് പിന്നെയും മറ്റൊരു സ്ഥലത്തെത്തിയാൽ അവിടുത്തെ പ്രാദേശികമായ ദൈവം. ഇങ്ങനെ ഓരോ ദേവാലയത്തിലും ഓരോ ആരാധനാ കേന്ദ്രത്തിലും ഓരോരോ ദൈവങ്ങളാണ്. അതേസമയം ലോകത്ത്, മുസ്ലിം ലോകത്തിന്റെ ഏത് പള്ളിയിലും നിങ്ങൾ ചെന്ന് നോക്കൂ, അങ്ങ് ഗുരുവായൂരിലുള്ള മുസ്ലിം പള്ളിയിലും അല്ലാഹു അക്ബർ. അവർ നമസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ അവർ പറയുന്നത് അതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ആലുവയിൽ വരൂ, അവിടെയും മുസ്ലിങ്ങളുടെ പള്ളിയിൽ കേൾക്കുന്നത്, അവർ ആരാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രം. നിങ്ങൾ അങ്ങ് ആഫ്രിക്കയിൽ പോയി നോക്കൂ, അവിടെയും മുസ്ലിം ലോകത്തിന്റെ ഏത് പള്ളിയിൽ നിങ്ങൾ കയറിയാലും അവിടെയും അള്ളാഹുവിനെ വിളിച്ച് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ യൂറോപ്പിൽ ചെന്നാലും അവിടെയും മുസ്ലിങ്ങളുടെ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ പള്ളികളിലൊന്നും യാതൊരുവിധ പ്രതിഷ്ഠകളുമില്ല, യാതൊരുവിധ അടയാളങ്ങളും ചിഹ്നങ്ങളും ഇല്ല. ആ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിനെ ആരാധിക്കുവാൻ ചന്ദനത്തിരികളുടെ ആവശ്യമില്ല, മെഴുകുതിരികളുടെ ആവശ്യങ്ങളില്ല. അരൂപിയായ സർവവ്യാപിയായ സർവശക്തനായ ഒരു ഗൈബ്,
അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിലുള്ള ഒരു സർവശക്തനായ ദൈവം തമ്പുരാനെയാണ് അവർ ആരാധിക്കുന്നത്. ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഈ ഒരു വ്യതിരക്തത, ആ വ്യതിരക്തതയ്ക്ക് മേലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉടലെടുത്തിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹം അള്ളാഹു എന്ന അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്ന ഒരു ഉമ്മത്താണ്. ഈ സമുദായത്തിന്റെ സകലമാന പ്രാർത്ഥനകളും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം, നിന്നോട് മാത്രം എന്ന ആ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ, ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ വീണുപോകാതെ, ഈ സദസ്സ് അത്തരം പ്രചരണങ്ങളിൽ വീഴുന്ന സദസ്സാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമുണ്ട്. നമ്മളൊക്കെ ഇതിലേക്ക് വീണുപോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ വീണു പോകുന്ന കുറെ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങൾക്ക് തിരിച്ചറിവിന്റെ പാഠം നൽകാൻ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ, ചൂഷണത്തിന്റെ കഥകൾ അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ബോധവൽക്കരിക്കുവാൻ നമ്മൾ വ്യക്തിപരമായും കൂട്ടായും ശ്രമിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.